ഹായ് എവരിവൺ, എഡ്യൂക്കേറ്ററിൽ നിന്നും നിങ്ങളുടെ സ്വന്തം RRP ആണ്. വലിയ ഫോർമാലിറ്റി ഒന്നും ഇല്ലാതെ കുറച്ച് നേരം എൻ്റെ വിദ്യാർത്ഥികളോടൊന്ന് സംസാരിക്കണം. ആ കാരണത്താലാണ് ഞാനിപ്പം ഈ വീഡിയോ ഇങ്ങനെ ഒന്ന് ചെയ്യാമെന്ന് കരുതിയത്. മക്കളെ, ലേണിംഗ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മുടെ പ്രിയങ്കരനായ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജി അദ്ദേഹം പോലും പറഞ്ഞിരിക്കുന്നത് ലീവ് ആസ് ഇഫ് യു ആർ ഡൈ ടുമാറോ, ലേൺ ആസ് ഇഫ് യു ആർ ലീവ് ഫോർ എവർ എന്നാണ്. മരിക്കുന്നത് വരെ ജീവിക്കണം, ജീവനുള്ളിടത്തോളം കാലം പഠിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ലേണിംഗ് എന്ന് പറയുന്നത് അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സ് തന്നെയാണ്. നമുക്ക് ലേണിംഗ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിനെ രണ്ട് കാറ്റഗറിയിലായിട്ട് തിരിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ, പഠിക്കുന്ന കുട്ടികളെ രണ്ട് കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അത് ഒന്ന് ആക്റ്റീവ് ലേണിങ്ങും മറ്റൊന്ന് പാസീവ് ലേണിങ്ങുമാണ്. നമുക്ക് ആദ്യം പാസീവ് ലേണിങ്ങിനെ പറ്റി സംസാരിക്കാം. എന്താണ് പാസീവ് ലേണിംഗ്? നമ്മളിൽ മിക്ക സ്റ്റുഡൻസും പാസീവ് ലേണിങ്ങിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. എസ്പെഷ്യലി ഒരു സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാരും ഒരു പാസീവ് ലേണിംഗ് സ്ട്രാറ്റജിയെ ഫോളോ ചെയ്യാറുള്ളൂ. പാസീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ഒരു നേരം പോക്കിനിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ നിർബന്ധത്തിന് വഴങ്ങി, അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ പഠിക്കുന്നുണ്ട് എന്നാൽ ഞാനും ഒന്ന് പഠിച്ചേക്കാം, അല്ലെങ്കിൽ എനിക്ക് ബോർഡ് എക്സാം വരുന്നുണ്ട്, ബോർഡ് എക്സാമിന് എനിക്ക് ഫുൾ A+ കിട്ടണം, അതുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ നോക്കി പ്രീവിയസ് ഇയറിലെ കുറേ ക്വസ്റ്റ്യൻസ് അങ്ങ് പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് അത് പോയി എക്സാമിന് എഴുതുമ്പോഴത്തേക്ക് എനിക്ക് കുറേ മാർക്കൊക്കെ കിട്ടും എന്ന വിശ്വാസത്തോടെ കോൺസെപ്റ്റുകളൊന്നും മനസ്സിലാക്കാതെ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ട് പഠിക്കുന്നു. ആക്ച്വലി ഇതൊരു പാസീവ് ലേണിംഗ് സ്ട്രാറ്റജിയാണ്. പക്ഷേ ഈ ലേണിംഗ് കൊണ്ട് നമുക്ക് വലിയൊരു മാർക്ക് നേടാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ വൺ ഓഫ് ദ ടോപ്പ് സ്റ്റുഡൻ്റ് ആയിരിക്കും, നിങ്ങൾക്ക് ഒരു ഫുൾ A+ മാർക്കൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ അത് കഴിഞ്ഞ് നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുമ്പോൾ ഉറപ്പായിട്ടും നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു എൻട്രൻസ് എക്സാം എഴുതേണ്ടി വരും. പാസീവ് ലേണിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്നൊരു കുട്ടിയെ സംബന്ധിച്ച് എൻട്രൻസ് പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാം ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് എൻട്രൻസ് എന്ന് മാത്രമല്ല, ഈവൻ NDAയുടെ ഒരു എക്സാം ആയിക്കോട്ടെ, നമ്മുടെ എയർഫോഴ്സിലോ നേവിയിലേക്കോ ഒക്കെ പോകാൻ നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാം എഴുതാൻ പൊക്കോളൂ. പാസീവ് ലേണിംഗ് സ്ട്രാറ്റജിയിൽ വന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു കാരണവശാലും ആ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ആക്റ്റീവ് ലേണിങ്ങിലൂടെ പോകുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അവന് അത്ര വിദൂരമല്ല ഈ കോമ്പറ്റീറ്റീവ് എക്സാമുകളൊക്കെ തന്നെ. അപ്പം നമുക്കൊരു സംശയം വരും, എന്താണ് ഈ പാസീവ് ലേണിങ്ങും ആക്റ്റീവ് ലേണിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി എന്താണ് പാസീവ് ലേണിംഗ് എന്ന്. ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വിദ്യാർത്ഥിയുടെ, അത് നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കൂടുതലാണ്. നിങ്ങൾ മാത്രം വിചാരിച്ചാൽ പോരാ, നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളെപ്പോലത്തെ ആത്മാർത്ഥതയോടെ നിങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഒരു അധ്യാപകനും നിങ്ങൾക്ക് വേണം. അധ്യാപകൻ്റെ റോൾ എന്താണോ അതിനേക്കാളും 10 മടങ്ങ് കൂടുതലാണ് ആക്റ്റീവ് ലേണിങ്ങിൽ ഇൻവോൾവ് ആവുന്ന വിദ്യാർത്ഥിയുടെ റോളും. ആക്റ്റീവ് ലേണിങ്ങിൽ ഇൻവോൾവ് ആവുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം വരാം. ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കി തരാം. റൈറ്റ് നൗ ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് A+B²? ഒന്ന് പോസ് ചെയ്തിട്ട് ആലോചിച്ചോളുക. ചുമ്മാ നേരം പോക്കിന് താഴോട്ടൊന്ന് കമൻറ്റും ചെയ്ത് വെച്ചു. A+B² ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലുള്ള 95% സയൻസ്, എസ്പെഷ്യലി മാത്സ് എടുത്ത് പഠിച്ച എല്ലാ കുട്ടികളും അത് വളരെ ഈസി ആയിട്ട് തത്തമ്മേ പൂച്ച പറയുന്നത് പോലെ പറയും. A² + 2AB + B² ആണെന്ന്. എന്തുകൊണ്ടാണ് ഇത് നമ്മളെല്ലാവരും വളരെ ഈസി ആയിട്ട് പറയുന്നത്? അതിനൊറ്റ കാരണമേ ഉള്ളൂ. അതിൻ്റെ റീസൺ, നമ്മൾ ചെറുപ്പകാലം തൊട്ടേ ഇത് കാണാതെ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ചുമ്മാതൊരു കാണാതെ പഠിത്തമല്ല, നമ്മൾ ആ കാണാതെ പഠിച്ച ഇക്വേഷൻ നമ്മൾ ഒരുപാട് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലെവലിലേക്ക് കൂടി ഞാനത് കൊടുത്തപ്പോഴാണ് എനിക്ക് ആ ഇക്വേഷൻ നമ്മുടെ തലയിലേക്ക് എത്തിയത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. മറിച്ച് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കുകയാണ് വാട്ട് ഈസ് A+B², അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ട്രജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ. ഒരു കാരണവശാലും ഈ വീഡിയോ കാണുന്ന 90% വിദ്യാർത്ഥികൾക്കും അത് അറിയണമെന്ന് നിർബന്ധമില്ല. ഇനി അത് നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പാണ് നിങ്ങളൊരു ആക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജിയിലുള്ള സ്റ്റുഡൻ്റാണ്. ട്രജക്ടറി ഓഫ് എ പ്രൊജക്റ്റൈൽ ഇക്വേഷൻ എന്ന് പറയുന്നത് y = x tan θ - gx² / 2u² cos² ആണ്. ഇക്വേഷൻ കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഞാനത് ഈസി ആയിട്ട് പറഞ്ഞില്ലേ. അതിനൊറ്റ കാരണമേ ഉള്ളൂ, അതെൻ്റെ കഴിവൊന്നുമല്ല, കഴിഞ്ഞ 10 വർഷത്തെ എൻ്റെ പ്രാക്ടീസാണ്. ഞാൻ നിങ്ങളെ കുറേ നാളായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസിലേക്ക് ഞാൻ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളൊരു
പ്രോപ്പറായിട്ടുള്ളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, ആ കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുന്നു, ആ കോൺസെപ്റ്റിലെ ഇക്വേഷൻസുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നു. ചുമ്മാതെ ബൈഹാർട്ട് ചെയ്യുകയല്ല, എന്നിട്ട് നമ്മളത് ആപ്ലിക്കേഷൻ ലെവലിൽ കുറേ പ്രോബ്ലത്തിൽ അങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അത് നമ്മളിത് ഇങ്ങനെ എഴുതി നമ്മുടെ കൈ വഴി അത് നമ്മുടെ തലയിലേക്ക് എത്തുകയാണ്. അതാണ് ആക്റ്റീവ് ലേണിംഗ്. അങ്ങനെ ഒരു ആക്റ്റീവ് ലേണിങ്ങിലേക്ക് നിങ്ങൾ എന്നെത്തുന്നോ അന്ന് എൻട്രൻസ് എക്സാം നിങ്ങൾക്ക് വിദൂരമല്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്കൊരു നല്ലൊരു എഞ്ചിനീയറോ അല്ലെങ്കിൽ നല്ലൊരു ഡോക്ടർ ആവാനോ പറ്റും. സോ മക്കളെ, എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും എഡ്യൂക്കേറ്റർ ലേണിങ്ങിൻ്റെ ബെസ്റ്റ് വിഷസ്.